ഹായ് മക്കളെ, 3ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിലെ EVS അഥവാ പരിസര പഠനം പുസ്തകത്തിലെ ഭാഗം 2 ബുക്കിലെ 5ാമത്തെ പാഠഭാഗമായിട്ടുള്ള ആഹാരവും ആരോഗ്യവും എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനവും അതുപോലെ തന്നെ ഈ പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, വിലയിരുത്തൽ പ്രവർത്തനം എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണാം. ഓക്കെ, റെഡി അല്ലേ? 5ാമത്തെ പാഠഭാഗമാണ് കേട്ടോ, ആഹാരവും ആരോഗ്യവും. നമുക്കറിയാം, ആഹാരം കഴിച്ചാലാണ് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുക അല്ലേ? നമ്മുടെ അമ്മമാരൊക്കെ പറയാറുണ്ടാവും, ഇത് കഴിക്കണം അത് കഴിക്കണം, എന്നാലേ നല്ല സ്ട്രോങ് ആവുള്ളൂ, നല്ല ശക്തി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ സത്യമാണോ? എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നതൊക്കെയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നോക്കൂ, ഒരു ഫാമിലി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ? അപ്പോൾ ഒരു കുട്ടി പറയാണ്, ചേട്ടൻ ഉണ്ടാക്കുന്ന പച്ചക്കറി സാലഡ് സൂപ്പറാണെന്ന് പറയാണ്. അപ്പോൾ പച്ചക്കറി സാലഡൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? നിങ്ങൾ പച്ചക്കറി സാലഡ് കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാമോ? എന്തെല്ലാം വിഭവങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്? അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടോ? ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ടാവും അല്ലേ? അപ്പോൾ അതെന്താണെന്ന് എഴുതുക. പച്ചക്കറി സാലഡ് കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും അമ്മയോട് പറഞ്ഞിട്ട് പച്ചക്കറി സാലഡ് കഴിക്കുക. സാലഡുകളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തണം. ഭക്ഷ്യ വിഭവങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിഭവങ്ങൾ? നിങ്ങൾ കഴിക്കാറുള്ള വിഭവങ്ങൾ ഏതെല്ലാമാണ്? ഓരോ നേരത്തും നമ്മൾ ഓരോ വിഭവങ്ങളാണല്ലേ? രാവിലെ കഴിച്ചാൽ വേറെ, ഉച്ചക്ക് കഴിക്കുന്നത് വേറെ, ഓരോ സമയത്തും നമ്മൾ കഴിക്കുന്ന വിഭവങ്ങൾ വേറെ വേറെയാണ്. നിങ്ങളുടെ കൂട്ടുകാരും അങ്ങനെ തന്നെയാണല്ലേ? ഓരോ സമയത്തും നമ്മൾ കഴിക്കുന്ന വിഭവങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളാണ്, നമ്മൾ ഓരോ സമയത്തും ഓരോ വിഭവങ്ങളാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഏതൊക്കെ ഭക്ഷ്യവിഭവങ്ങൾ ഉപയോഗിച്ചാണ് ഈ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പട്ടിക പൂർത്തിയാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിഭവത്തിൻ്റെ പേരെഴുതണം, വസ്തുക്കൾ ഏതൊക്കെയാണെന്നും എഴുതണം. നമുക്ക് ഓരോന്ന് നോക്കാം. ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അരി ഉപയോഗിച്ചാണ് അല്ലേ? അരിയാണ് അവിടുത്തെ വസ്തു എന്ന് പറയുന്നത്. ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ ഗോതമ്പ് വേണം, വെള്ളം വേണം, ഉപ്പ് വേണം. സാമ്പാർ ഉണ്ടാക്കണമെങ്കിലോ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേണം. നമ്മൾ ഒരുപാട് കഷ്ണങ്ങൾ ഇടാറുണ്ട്. ഉരുളക്കിഴങ്ങ്, വെണ്ടക്ക, തക്കാളി, മുരിങ്ങക്ക, സവാള, പടവലം അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇടാറുണ്ട്. കൂടാതെ പരിപ്പിടും, ഉപ്പും ഇടാറുണ്ട്. ഇനി മുട്ടക്കറി ഉണ്ടാക്കണമെങ്കിൽ മുട്ട വേണം, സവാള വേണം, തക്കാളി, വെള്ളം, ഉപ്പ് ഈ വിഭവങ്ങൾ വേണം. ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ അരി, ഉഴുന്ന്, വെള്ളം, ഉപ്പ്. ചിക്കൻ കറി ചിക്കൻ വേണം, മസാലകൾ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി, ഉപ്പ് എന്നിവയൊക്കെ വേണം. പാലപ്പം ഉണ്ടാക്കണമെങ്കിൽ അരി, ഈസ്റ്റ്, ചോറ്, തേങ്ങ. ബിരിയാണി അരി, തക്കാളി, ഉപ്പ്, എണ്ണ, അതുപോലെ തന്നെ ചിക്കനോ ഫിഷോ എന്താണെങ്കിൽ അതും കൂടെ വേണം. പരിപ്പ് കറി ഉണ്ടാക്കണമെങ്കിൽ പരിപ്പ്, തേങ്ങ, മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഉപ്പുമാവ് ഉണ്ടാക്കാൻ റവ, ഉപ്പ്, സവാള, ഇഞ്ചി, മുളക്, കറിവേപ്പില എന്നിവയൊക്കെ വേണം. മീൻകറി ആണെങ്കിലോ മീൻ വേണം, ഉപ്പ് വേണം, പുളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ മീൻകറി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ അവിടെ എന്തെഴുതുക? കുറച്ച് വിഭവങ്ങളുടെ പേരും അതുപോലെ തന്നെ അത് ഉണ്ടാക്കാവുന്ന ഭക്ഷ്യവസ്തുക്കളുടെ പേരും അവിടെ എഴുതി കൊടുക്കുക. ഇനി പട്ടികയിൽ എഴുതിയ ഭക്ഷ്യവസ്തുക്കൾ എല്ലാം ഒരേ ഇനമാണോ? അല്ല. ഇപ്പോൾ പച്ചക്കറികളുണ്ട് അതിൽ അല്ലേ? എന്തൊക്കെയാണ് അതിലുള്ളത്? ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, മത്സ്യമാംസാദികൾ ഇതെല്ലാം ആ ഒരു പട്ടികയിലുണ്ട്. ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ഇനി തരം തിരിക്കാം. ഭക്ഷ്യവസ്തുക്കളുടെ പേരും ചിത്രവും ശ്രദ്ധിക്കൂ. താഴെ നമുക്ക് കുറച്ച് ഭക്ഷ്യവസ്തുക്കളുടെ പേരും ചിത്രവും തന്നിട്ടുണ്ട്. അതിൽ അടങ്ങിയിരിക്കുന്ന സംഖ്യാസൂചനകൾ അനുസരിച്ച് ഭക്ഷണക്കൂടയിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? പയറ്, കാബേജ്, ചക്കപ്പഴം, ഗോതമ്പ്, ചേമ്പ്, കടല, ചെറുപയർ, പാല്, വെണ്ടക്ക, ഇറച്ചി, മാമ്പഴം, മീൻ, അരി, ചേന, മരച്ചീനി. ഇത്രയും വിഭവങ്ങളാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഓരോ നമ്പറും കൊടുത്തിട്ടുണ്ട്. 5 പയറ്, 1 കാബേജ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കൂടയിൽ നിങ്ങൾ അതിനനുസരിച്ച് അത് ചേർക്കണം. ഒന്നാമത്തേതിൽ എഴുതേണ്ടത് എന്തൊക്കെയാണ്? വെണ്ടക്ക, കാബേജ് എന്നിവയാണ്. 2ൽ എഴുതേണ്ടത് ചക്കപ്പഴം, മാമ്പഴം. 3ൽ എഴുതേണ്ടത് പാല്, മീൻ, ഇറച്ചി. 4ൽ ചേമ്പ്, ചേന, മരച്ചീനി. 5ൽ എഴുതേണ്ടത് കടല, പയറ്, ചെറുപയർ. 6ൽ അരി, ഗോതമ്പ് എന്നിവ എഴുതി കൊടുക്കാം. ഒന്നാമത്തെ കൂടയിലുള്ളവ ഏതൊക്കെയാണ് കൂട്ടുകാരെ? വെണ്ടക്ക, കാബേജ് ഇത് രണ്ടുമാണല്ലേ? ഇനി ഇത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? വെണ്ടക്ക, കാബേജ് ഇതൊക്കെ എന്താണ്? പച്ചക്കറികളാണല്ലേ? അപ്പോൾ പച്ചക്കറിയിൽ ഉൾപ്പെടുന്നു എന്നവിടെ എഴുതി കൊടുക്കുക. ഇനി പദസൂര്യം പൂർത്തിയാക്കാനായിട്ട് കുറച്ച് പച്ചക്കറികളുടെ പേരെഴുതണം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? പയറ്,
മത്തൻ, പാവക്ക, കുമ്പളങ്ങ, തക്കാളി, കാബേജ്, വഴുതനങ്ങ, ക്യാരറ്റ്, വെള്ളരി, ബീൻസ്, ബീട്രൂട്ട്, വെണ്ടക്ക, ഉള്ളി. ഇനി ഒരുപാട് പച്ചക്കറികളുണ്ട്. അപ്പോൾ കുറച്ച് പച്ചക്കറികളുടെ പേര് നിങ്ങൾ ആ പദസൂര്യനിൽ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ കൂടയിലുള്ള ഭക്ഷ്യവസ്തുക്കളെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്താം? അതിലെന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ചക്കപ്പഴം, മാമ്പഴം. ഇത് ഏത് വിഭാഗത്തിലാണ്? പഴങ്ങളിലാണ് ഉൾപ്പെടുത്തേണ്ടത് അല്ലേ? അപ്പോൾ അവിടെ പഴങ്ങൾ എന്ന് എഴുതുക. കൂടുതൽ പഴങ്ങൾ കണ്ടെത്തി എഴുതൂ. ഏതൊക്കെ എഴുതാം നമുക്ക്? ആപ്പിള്, മുന്തിരി, ഓറഞ്ച്, ചിക്കു, തണ്ണിമത്തൻ, മാമ്പഴം, പൈനാപ്പിൾ, ചക്ക, പപ്പായ, ആപ്പിള്, അങ്ങനെയുള്ള ഒരുപാട് നമുക്കറിയാം, പേരക്ക. അപ്പം അതിൻ്റെയൊക്കെ പേര് നിങ്ങൾ അവിടെ ജസ്റ്റ് എഴുതി കൊടുക്കാം. ഇനി കൈതച്ചക്ക പക്ഷിയായി മാറിയത് കണ്ടുവോ? ഏതൊക്കെ പഴങ്ങളും പച്ചക്കറികളും ഈ ഭക്ഷ്യരൂപത്തിലുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഡെക്കറേഷനൊക്കെ ഇതുപോലെ പഴങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഇതുപോലെ പക്ഷികളൊക്കെ ആയി മാറുന്ന ഒരുപാട് എണ്ണത്തിന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. ഇതുപോലെ മറ്റൊരു രൂപം നിങ്ങളുടെ അടുത്ത് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും 2-3 പച്ചക്കറികളൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ആപ്പിളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഒന്നാം കൂടയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കണ്ടല്ലോ. ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന മറ്റേതെല്ലാം ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾക്കറിയാം? ജന്തുക്കളിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? കോഴിയിൽ നിന്ന് നമുക്ക് മുട്ട കിട്ടുന്നുണ്ട് അല്ലേ? മുട്ട, അതുപോലെ തന്നെ പശുവിൽ നിന്ന് പാല്, മത്സ്യം, മാംസം എന്നിവ ഒക്കെ കിട്ടുന്നത് ജന്തുക്കളിൽ നിന്നാണ്. നാലാം കൂടയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? നാലാം കൂടയിലുള്ളത് ഏതൊക്കെയായിരുന്നു? ചേമ്പ്, ചേര, മരച്ചീനിയൊക്കെയാണ്. ഇത് ഏതാണ്? കിഴങ്ങുവർഗ്ഗങ്ങളാണ്. ഓക്കെ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇവിടെ കിഴങ്ങുവർഗ്ഗങ്ങളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ നോക്കുന്നത്. മണ്ണിനടിയിൽ ഉണ്ടാകുന്ന ഞാൻ കിഴങ്ങുവർഗ്ഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചേനയാണ് പറയുന്നത്. ചേന നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ചേന പറയുന്ന കാര്യമാണത്. നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന കിഴങ്ങുവർഗ്ഗങ്ങൾ ഏതെല്ലാമാണ്? സാധാരണ നമ്മുടെ പ്രദേശത്ത് ഏതൊക്കെയാണ് കാണാറുള്ളത്? ചേന, ചേമ്പ്, മരച്ചീനി, മധുരക്കിഴങ്ങ്, കാച്ചിൽ, ഇതൊക്കെ നമ്മുടെ പ്രദേശത്ത് കാണാറുണ്ട്. ഏത് വിഭാഗം ഭക്ഷ്യവസ്തുക്കളാണ് അഞ്ചാം കൂടയിലുള്ളത്? കടല, പയറ്, ചെറുപയർ, ഇതൊക്കെ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? പയറുവർഗ്ഗങ്ങളിലാണ് അല്ലേ? പയറുവർഗ്ഗങ്ങൾ. നാം ഭക്ഷണമായി ഉപയോഗിക്കുന്ന പയറുവർഗ്ഗങ്ങൾ ഏതെല്ലാമാണെന്ന് എഴുതി നോക്കൂ. ഏതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്? ബീൻസ്, കടല, പരിപ്പ്, മുതിര, ഉഴുന്ന്, ചെറുപയർ, വൻപയർ, നിലക്കടല, അങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തത് ധാന്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത കൂടയിൽ ഉണ്ടായിരുന്നത് ധാന്യങ്ങളാണ് അല്ലേ? ഏതൊക്കെയായിരുന്നു? അരി, ഗോതമ്പ് എന്നിവയായിരുന്നു. അപ്പോൾ അരി കൊണ്ട് തയ്യാറാക്കാവുന്ന വിഭവങ്ങൾ ഏതൊക്കെയാണ്? ഇടിയപ്പം, ദോശ, പുട്ട്, ചോറ്, അപ്പം, ഇഡലി, ഇതൊക്കെ നമ്മൾ അരി വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഗോതമ്പ് വെച്ചുകൊണ്ട് നമുക്ക് പൂരി, ചപ്പാത്തി, പുട്ട്, കഞ്ഞി, പായസം, ദോശ എന്നിവയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഇനി ചെറുധാന്യങ്ങളെ കുറിച്ച് നോക്കാം. അരി, ഗോതമ്പ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള 2 ധാന്യങ്ങളാണ്. ഇത് കൂടാതെയും ഒരുപാട് ധാന്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? റാഗി, തിന, ചാമ, ഇവയൊക്കെ എന്താണ്? ഇത്തരത്തിലുള്ള ധാന്യങ്ങളാണ്. ചെറുധാന്യങ്ങൾ എന്ന വിഭാഗത്തിലാണ് ഇവ ഉൾപ്പെടുന്നത്. മറ്റു ചെറുധാന്യങ്ങൾ ഏതെല്ലാമാണെന്ന് അന്വേഷിച്ചറിയൂ. ചെറുധാന്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഭക്ഷ്യവസ്തുക്കളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊക്കെ എന്താണ്? ധാന്യങ്ങളാണെന്ന് പറഞ്ഞു അല്ലേ? ചാമ, തിന, റാഗി, ചോളം, ഇതൊക്കെ ധാന്യങ്ങളാണ്. ഇനി ഇത് വെച്ചുകൊണ്ട് റാഗി കൊണ്ട് നമുക്ക് റാഗി പുട്ട്, ചാമ ഉപ്പുമാവ്, റാഗി കുറുക്ക്, ചാമക്കഞ്ഞി, പുട്ട്, പായസം, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഇനി നിങ്ങളുടെ പ്രദേശത്ത് ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിച്ചറിയാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അച്ഛനോടോ അമ്മയോടോ മുത്തശ്ശിയോടോ ഒക്കെ ചോദിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഏരിയയിലൊക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഏരിയയിൽ ഉണ്ടാവില്ല. മെയിനായിട്ട് നെല്ലൊക്കെ ആവും കൃഷി ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്താണ് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി എന്ന് പറയുന്നത്. ഇവിടുത്തുകാർ ചെറുധാന്യമായ റാഗി കുറുക്കി തയ്യാറാക്കുന്ന ഭക്ഷണമാണ് കൊറങ്കാട്ടി എന്ന് പറയുന്നത്. കൊറങ്കാട്ടി പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ റാഗി ഇപ്പോൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കി കൊടുക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഡെയിലി നമ്മൾ ഒരു നേരമെങ്കിലും റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ ഡയറ്റീഷ്യൻസ് ഒക്കെ പറയുന്നത്. അപ്പോൾ അതുപോലൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇനി പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ തുടങ്ങി ഓരോ വിഭാഗത്തിലും കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി താഴെ കൊടുത്ത പട്ടിക വിപുലീകരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേത് അരി. അരി എന്ന് പറയുന്നത് എന്താണ്? ധാന്യങ്ങളാണ് അല്ലേ? പിന്നെ ഏതൊക്കെ ധാന്യങ്ങളാണുള്ളത്? ഗോതമ്പ്, ചാമ, റാഗി, തിന.
ഇനി ചേന എന്ന് പറയുന്നതിന് ഹെഡിങ് നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്ന് കൊടുക്കാം. എന്നിട്ട് ചേന, ചേമ്പ്, മരച്ചീനി, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, കാച്ചിൽ ഇവയൊക്കെ എഴുതി ചേർക്കാം. ഇനി പയറ് വർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ബീൻസ്, ചെറുപയർ, വൻപയർ, കടല, നിലക്കടല, പരിപ്പ്, ഉഴുന്ന്, മുതിര. പച്ചക്കറികൾ വെണ്ടക്ക, ചീര, മത്തൻ, പാവയ്ക്ക, വെണ്ടക്ക 2 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ, വഴുതന, ബീൻസ്, പയർ, ബീട്രൂട്ട് ഇതൊക്കെ പച്ചക്കറികളാണ്. പഴങ്ങളിൽ നമുക്ക് പേരക്ക, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, ഏത്തപ്പഴം, ചക്കപ്പഴം, ചാമ്പക്ക, മാങ്ങ എന്നിവയൊക്കെ എഴുതി കൊടുക്കാം. മാംസങ്ങളിൽ മുട്ട, ഇറച്ചി, മീൻ എന്നിവയും എഴുതി കൊടുക്കാം. അപ്പോൾ കൂട്ടുകാർ ഇതനുസരിച്ച് എന്ത് ചെയ്യുക, ഇതൊന്ന് എഴുതി കൊടുക്കുക. ഒരുപാട് ഇതിൽ എഴുതാം, പച്ചക്കറിയൊക്കെ ഇനിയും ഒരുപാടുണ്ട്, പഴങ്ങളും ഉണ്ട്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കുറച്ച് ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യുന്നവരെ എഴുതി കൊടുക്കുക. ഇനി ആരോഗ്യവും ഭക്ഷണവും എന്നതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ. ഇനി ആരോഗ്യവും ഭക്ഷണവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്തിനായിരിക്കും? ഒന്ന് നന്നായി വളരാൻ വേണ്ടിയിട്ട് അല്ലെ, നന്നായി വളരാൻ നമുക്ക് ഓരോ രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കഴിക്കണം. രോഗങ്ങൾ വരാതിരിക്കാൻ, ഊർജ്ജം ലഭിക്കാൻ, വിവിധ പോഷകങ്ങൾ ശരീരത്തിലെത്താൻ. ഇതിനൊക്കെയാണ് പ്രധാനമായിട്ടും വിവിധ വിഭാഗത്തിൽപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. വരച്ചു ചേർക്കാം. ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ബലൂണിന്റെ നൂലിലൂടെ വരച്ചു നോക്കൂ. ആ ഭക്ഷ്യവസ്തുക്കളിലൂടെ ശരീരത്തിന് കൂടുതലായി ലഭിക്കുന്ന ഗുണങ്ങൾ രേഖപ്പെടുത്തിയ ബലൂണിലെത്താം എന്നാണ് പറയുന്നത്. ഒന്നാമത് നോക്കൂ, ശരീര വളർച്ചയെ സഹായിക്കുന്നു. ശരീര വളർച്ചയെ സഹായിക്കുന്നത് ഏതൊക്കെയാണ് കൂട്ടുകാരെ? നമുക്കിതൊന്ന് വരച്ചു നോക്കാം അല്ലേ. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവും, ഇതിങ്ങനെ പോയി വരക്കുക. ഇതിലേക്കാണ് എത്തുന്നത് അല്ലേ, ഇവിടേക്കാണ് എത്തുന്നത്. പയറുവർഗ്ഗങ്ങൾ പാല്, ഇറച്ചി, മുട്ട എന്നതിലേക്ക്, മീൻ എന്നതിലേക്ക് എത്തും. രണ്ടാമത്തത് ജോലികൾ ചെയ്യാനുള്ള ശക്തി ലഭിക്കുന്നത് ഏതിലൂടെയാണ്? വരച്ചു നോക്കാം. വേറെ കളർ വെച്ച് വരക്കാം അല്ലേ. ഇത് വെച്ച് വരച്ചു നോക്കാം. റെഡ് വെച്ചിട്ട് ഇങ്ങനെ പോയി ഈ വഴിയിലൂടെ പോയി ദേ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഏതാണ്? ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങളിലൂടെയാണ് ലഭിക്കുന്നത്. അടുത്തത് രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നു. രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നത് ഏതാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്കറിയാം ഇനി ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ. എങ്കിലും നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, വരച്ചു നോക്കാം. ഇതിലൂടെ പോയി ഇങ്ങോട്ടെത്തി. എങ്ങോട്ടാണ്? പഴങ്ങൾ, പച്ചക്കറികൾ കഴിക്കുന്നതാണ്. അപ്പം ശരീര വളർച്ചയെ സഹായിക്കാൻ പയറുവർഗ്ഗങ്ങൾ, പാല്, ഇറച്ചി, മുട്ട, മീൻ എന്നിവ വേണം. ജോലികൾ ചെയ്യാനുള്ള ശക്തി ലഭിക്കാൻ ധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും കഴിക്കണം. രോഗങ്ങൾ വരാതിരിക്കാൻ പഴങ്ങളും പച്ചക്കറികളും നന്നായിട്ട് കഴിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ശരീരത്തിന് ഇതെല്ലാം ആവശ്യമാണ്, നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ, വിവരങ്ങൾ എഴുതി ചേർക്കാനാണ് പറയുന്നത്. ഇവിടെ ഭക്ഷ്യവസ്തുക്കളുടെ പേര് തന്നിട്ടുണ്ട്. ലഭിക്കുന്ന ഗുണങ്ങൾ നമുക്ക് എഴുതണം. ധാന്യങ്ങൾ ലഭിക്കുന്നത് എന്താണ്? ജോലികൾ ചെയ്യാനുള്ള ശക്തി ലഭിക്കുന്നു. കിഴങ്ങു വർഗ്ഗങ്ങൾ കഴിച്ചാൽ ജോലികൾ ചെയ്യാനുള്ള ശക്തി ലഭിക്കും. പച്ചക്കറികൾ കഴിച്ചാൽ രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നു. പഴങ്ങൾ രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നു. പയറുവർഗ്ഗങ്ങൾ ശരീര വളർച്ചയെ സഹായിക്കുന്നു. പാല് ശരീര വളർച്ചയെ സഹായിക്കുന്നു. ഇറച്ചി ശരീര വളർച്ചയെ സഹായിക്കുന്നു. മുട്ട ശരീര വളർച്ചയെ സഹായിക്കുന്നു. മീൻ ശരീര വളർച്ചയെ സഹായിക്കുന്നു. അപ്പോൾ ഓരോന്നിനും ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കുക. ഇനി നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വിവിധ തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കഴിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി എണ്ണയിൽ തയ്യാറാക്കുന്ന വിഭവങ്ങളും നിങ്ങൾ കഴിക്കാറുണ്ട് അല്ലേ. മീൻ പൊരിച്ചത്, അതുപോലെ തന്നെ എന്തെങ്കിലും പൊരിച്ചതൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ എന്തെല്ലാമാണത്? പ്രധാനമായിട്ടും മീൻ പൊരിച്ചത്, പഴംപൊരി, ഉഴുന്നുവട അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ. ഇവിടെ ഡോക്ടർ പറയാണ് ഭക്ഷ്യവസ്തുക്കൾ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന കൊഴുപ്പ് നമുക്ക് ജോലി ചെയ്യാനുള്ള ശക്തി നൽകുന്നു. എന്നാൽ ഇവയുടെ അമിത ഉപയോഗം ശരീരത്തിലെ കൊഴുപ്പിനെ വർദ്ധിപ്പിക്കും. ഇതുമൂലം പല വിധത്തിലുള്ള രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. അതിനാൽ എണ്ണയിൽ വറുത്ത ആഹാര പദാർത്ഥങ്ങളുടെ ഉപയോഗം പരമാവധി കുറക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കരുത്. കാരണം ഇതിൻ്റെ അമിത ഉപയോഗം ശരീരത്തിലെ കൊഴുപ്പിനെ വർദ്ധിപ്പിക്കും. ഇതുമൂലം പല വിധത്തിലുള്ള രോഗങ്ങൾ പിടിപെടാനും സാധ്യതയുണ്ട്. ഇനി കുടിവെള്ളത്തെ കുറിച്ചിട്ടാണ്. നമുക്ക് ആഹാരം മാത്രം മതിയോ? അല്ല, ഭക്ഷ്യവസ്തുക്കൾ മാത്രം കഴിച്ചാൽ പോരെ, അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണം? വെള്ളം കൂടെ വേണം അല്ലേ. നിങ്ങൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും കൂട്ടുകാരെ? എത്ര ഗ്ലാസ് കുടിക്കും? ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്ക്. നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികൾ ദിവസവും 6 മുതൽ 8 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. കാലാവസ്ഥക്കും കായിക പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റം വരാം. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. അപ്പോൾ വെള്ളം കുടിക്കുന്നത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ആരോഗ്യത്തോടെ ജീവിക്കാൻ ഗുണമേന്മയുള്ള ഭക്ഷണവും ശരിയായ ആഹാരശീലങ്ങളും ആവശ്യമാണ് അല്ലേ. അപ്പോൾ താഴെ പറയുന്ന പട്ടികയിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഓരോ ദിവസവും കഴിച്ച ഭക്ഷ്യവസ്തുക്കളുടെ പേര് രേഖപ്പെടുത്തുക. പട്ടിക വിശകലനം ചെയ്ത് സ്വന്തം ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട
മാറ്റം മനസ്സിലാക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര്, ക്ലാസ്, ഡിവിഷന്, ഭാരം, ഉയരം എന്നിവയൊക്കെ എഴുതാം. എന്നിട്ട് ഒന്നാം ദിവസം എന്തൊക്കെ ധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളുമാണ് കഴിച്ചത്, രണ്ടാം ദിവസം, മൂന്നാം ദിവസം, നാലാം ദിവസം, അഞ്ചാം ദിവസം, ആറാം ദിവസം, ഏഴാം ദിവസം, അങ്ങനെ ഒരാഴ്ചയിൽ നിങ്ങൾ കഴിച്ചത് എന്തൊക്കെയാണെന്ന് ഇവിടെ അടയാളപ്പെടുത്തുക. അതേപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ എന്തൊക്കെ കഴിച്ചു, പാല്, മീൻ, മുട്ട, ഇറച്ചി എന്തൊക്കെ കഴിച്ചു എന്നുള്ളത് നിങ്ങൾ ഇവിടെ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ കഴിക്കുന്നതിൽ ഏതാണ് കുറവുള്ളത്, ഏതാണ് കൂടുതലുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കുടിച്ച വെള്ളത്തിൻ്റെ അളവ്, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവയൊക്കെ നിങ്ങൾ എഴുതേണ്ടതാണ്. മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈയും മുഖവും നന്നായി കഴുകിയിട്ടുണ്ടോ, കൂട്ടുകാരോടൊപ്പം ഓടിച്ചാടിയുള്ള വിവിധ കളികളിൽ ഏർപ്പെടുന്നുണ്ടോ, പച്ചക്കറികൾ നടൽ, നനയ്ക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങളിവിടെ അടയാളപ്പെടുത്തുക. ഇനി സാലഡ് തയ്യാറാക്കാം എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വരുന്നത്. പലതരം പഴങ്ങളും പച്ചക്കറികളും ഇലകളും ഉൾപ്പെടുത്തി സ്വാദിഷ്ടമായ ഒരു സാലഡ് നമുക്ക് തയ്യാറാക്കിയാലോ. വേവിക്കാതെ കഴിക്കുന്ന വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ പച്ചക്കറികളും എന്താണ് വേവിച്ചിട്ടല്ല കഴിക്കാറ്, ചിലത് എന്താണ് വേവിക്കാതെയും കഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ പഴങ്ങളും പച്ചക്കറി നന്നായി കഴുകിയ ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പച്ചക്കറികൾ കഴുകിയ ശേഷം മാത്രം മുറിക്കുക, മുറിച്ച ശേഷം നമ്മൾ കഴുകരുത്. പച്ചക്കറികൾ ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് മാത്രം വേവിക്കുക. ഓവറായിട്ട് നമ്മൾ പച്ചക്കറികൾ വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫലം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചിത്രത്തിൽ ഏതെല്ലാം ഭക്ഷ്യവിഭവങ്ങളുണ്ട്, ഇവിടെ ഒരുപാടുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ്, അങ്ങനെ ഒരു സാലഡ് നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറാക്കുക. അപ്പോൾ അത് നിർമ്മിക്കുന്ന രീതി, അതിൽ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് എന്നിവയൊക്കെ നിങ്ങൾ എഴുതി ചേർക്കുക. ഈ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആരോഗ്യത്തിന് എങ്ങനെയൊക്കെയാണ് പ്രയോജനപ്പെടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് നല്ല എന്ത് വേണം, നല്ല ഊർജ്ജം ലഭിക്കാനും അതുപോലെ തന്നെ നല്ല ശക്തി ലഭിക്കാനൊക്കെ ഇത്തരത്തിലുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ കഴിക്കേണ്ടത് ആവശ്യമാണ്. ഇനി വേവിച്ചും അല്ലാതെയും കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ നമുക്കൊന്ന് തരംതിരിക്കാം. വേവിച്ച് കഴിക്കുന്നത് ഏതൊക്കെയാണ്? അരി, മാംസം, മത്സ്യം, ചേന, ചേമ്പ്, പയർ, ക്യാബേജ്, കൂർക്ക, ബീട്രൂട്ട്, ഇതൊക്കെ നമ്മൾ വേവിച്ചാണ് കഴിക്കാറുള്ളത്. വേവിക്കാതെ കഴിക്കുന്നവ ഏതൊക്കെയാണ്? ചാമ്പക്ക, പേരക്ക, ഓറഞ്ച്, ആപ്പിള്, കക്കരിക്ക, നെല്ലിക്ക, തണ്ണിമത്തൻ, മുന്തിരി. ഇനി വേവിച്ചോ വേവിക്കാതെയോ കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ക്യാരറ്റ്, പപ്പായ, ചക്ക, മാങ്ങ, കാബേജ്, തക്കാളി, സവാള. ഇത് നമുക്ക് വേവിച്ചും കഴിക്കാം വേവിക്കാതെയും കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നാം കഴിക്കുന്ന വിഭവങ്ങളിൽ ഏതാണ് കൂടുതൽ, വേവിച്ചതോ വേവിക്കാത്തതോ? ഏതാണ്? വേവിച്ചതാണ് കൂടുതലുള്ളത് അല്ലേ. വേവിക്കാതെ കഴിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ കൂടുതലും ഏത് വിഭാഗത്തിൽപ്പെട്ടവയാണ്? വേവിച്ച് കഴിക്കുന്നവയോ? കൂടുതലും പഴങ്ങളാണ് നമ്മൾ വേവിക്കാതെ കഴിക്കാറുള്ളത് അല്ലേ. വേവിച്ച് കഴിക്കുന്ന ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ മത്സ്യം, മാംസം, ഇതൊക്കെ നമുക്ക് വേവിച്ചേ കഴിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തിനാണ് ശരിക്കും നമ്മൾ ഭക്ഷണം വേവിക്കുന്നത്? ഒന്ന്, നല്ല രുചി വർദ്ധിപ്പിക്കാൻ, വിഷാംശങ്ങൾ ഇല്ലാതാക്കാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഭക്ഷണം വേവിച്ച് കഴിക്കണം. അതുപോലെ തന്നെ ദഹനം എളുപ്പമാക്കാനും വേവിച്ച് കഴിക്കുന്നതാണ് നല്ലത്. ആരോഗ്യകരമായ ജീവിതത്തിന് ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ആവശ്യമാണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി അല്ലേ. നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ അന്ന് അഭിപ്രായം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതവിടെ എഴുതി ചേർക്കാം. ഇനി ആഹാരശീലങ്ങൾ എന്തൊക്കെയാണ്? ആഹാരം നല്ലത്, വെള്ളം കുടിക്കുക മാത്രമല്ല, ആഹാരത്തിന് മുന്നേയും പിന്നെയും ഒക്കെ ഒരുപാട് ശീലങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഭക്ഷണം എന്ത് ചെയ്യണം? ചവച്ചരക്കുക എന്നതാണ് എൻ്റെ മുഖ്യ ജോലി എന്ന് പല്ല് പറയുന്നുണ്ട്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു ശീലം എന്ന് പറയുന്നത് ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം. ഭക്ഷണം നന്നായി ചവച്ചരച്ചാണോ നമ്മൾ കഴിക്കാറുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക. ഭക്ഷണം ചവച്ചരക്കുന്നതിൻ്റെ പ്രാധാന്യം എന്തെല്ലാമാണ്? ഒന്ന്, ദഹനം എളുപ്പമാക്കാൻ വിവിധ രുചികൾ തിരിച്ചറിയാം. ഇതിനൊക്കെ എന്ത് വേണം? ഭക്ഷണം നന്നായിട്ട് ചവച്ചരക്കണം. ഇനി താഴെ പറയുന്ന ശീലങ്ങൾ ശരിയോ തെറ്റോ എന്ന് അടയാളപ്പെടുത്താനാണ് പറയുന്നത്. ഒന്ന്, കൈ വൃത്തിയായി കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണല്ലേ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഇറച്ചി നന്നായി വേവിച്ച് കഴിക്കുന്നു. അത് ശരിയായിട്ടുള്ളതാണ്. പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുന്നു. അതും ശരിയാണ്. ജീവികൾ കഴിച്ച ഭക്ഷണങ്ങൾ കഴിക്കാറില്ല. അതും ശരിയാണ്. കാരണം ജീവികളൊക്കെ കടിച്ച് ഭക്ഷണം നമ്മൾ കഴിച്ചാൽ അതിൽ അവരുടെ ആ ഒരു വിഷാംശം അല്ലെങ്കിൽ അണുബാധകളൊക്കെ നമുക്ക് കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ്. വെള്ളം കുടിക്കാൻ മടി കാണിക്കുന്നു. അതെന്താണ്? തെറ്റായിട്ടുള്ള ശീലമാണ്. രാവിലത്തെ തിരക്കിൽ പ്രഭാത ഭക്ഷണം ശരിയായി കഴിക്കാറില്ല. അതും തെറ്റാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് 2, 3, 4 എന്നിവയാണ്. ബാക്കിയെല്ലാം തെറ്റായിട്ടുള്ള ശീലങ്ങളാണ്.
ഇനി അടുത്തത് അടുക്കളത്തോട്ടമാണ്. നിങ്ങളുടെ വീട്ടുപരിസരത്ത് ഏതെല്ലാം പഴങ്ങളും പച്ചക്കറികളും ഉണ്ട്? നിങ്ങളുടെ വീട്ടിൽ പഴങ്ങളോ പച്ചക്കറികളോ വളർത്താറുണ്ടോ? നിങ്ങൾ വീട്ടുവളപ്പിൽ നട്ടുണ്ടാക്കുന്ന പഴങ്ങളും പച്ചക്കറികൾക്കുമുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെ ഗുണമാണുള്ളത്? ഒന്ന്, അതിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ ഉപയോഗിക്കാം അല്ലേ? നമുക്ക് പൊട്ടിച്ച് അപ്പം തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അമിതമായി രാസവളം ഉപയോഗിക്കുന്നില്ല, രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല, നല്ല രുചിയും ഗുണവും ലഭിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മേന്മകൾ എന്ന് പറയുന്നത്. ഇപ്പം പപ്പായ, ഇവിടെ നോക്കൂ, പപ്പായ പറയുന്ന കാര്യമാണ്. പഴമായും പച്ചക്കറിയായും ഞങ്ങളെ ഉപയോഗിക്കുന്നു. പഴുത്താൽ പല ജീവികൾക്കും ഞങ്ങൾ ഭക്ഷണമാകും. ഓരോ പ്രദേശത്തും ഓരോ പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? പപ്പായക്ക് ഓരോ നാട്ടിലും ഓരോ പേരാണല്ലേ. പപ്പായ എന്ന് പറയാറുണ്ട്, ഓമക്കായ, കർമൂസുംകായ, അങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ഒന്നാണ് ഈ ഒരു പപ്പായ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ പ്രദേശത്ത് എന്ത് പേരിലാണോ അറിയപ്പെടുന്നത് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് അവിടെ എഴുതുക. അതുപോലെ നിങ്ങളുടെ വീട്ടിലോ സ്കൂളിലോ പപ്പായ മരമുണ്ടോ, ഇല്ലെങ്കിൽ എന്താണ്, നട്ടു വളർത്തു എന്നാണ് പറയുന്നത്. ഇതുപോലെ നമ്മുടെ പ്രദേശത്ത് കണ്ടുവരുന്ന മറ്റേതെല്ലാം ഫലങ്ങളുണ്ട്? പേരക്ക, മാങ്ങ, ചക്ക, റംബൂട്ടാൻ, സപ്പോട്ട, വാഴ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണപ്പെടാറുണ്ട് അല്ലേ. ഇനി സ്കൂൾ പച്ചക്കറി തോട്ടം. ഇവിടെ സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിൻ്റെ കുറച്ച് ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിൽ എന്തെല്ലാമാണ് കൃഷി ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ പച്ചക്കറി തോട്ടം ഉണ്ടായിരിക്കും അല്ലേ. അവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. നിലവിൽ എന്തൊക്കെയാണ് ആ തോട്ടത്തിലുള്ളത്, ഇനി എന്തൊക്കെ അവിടെ ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ളത് നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക. ഇനി തയ്യാറാക്കിയ പട്ടികയുടെ അടിസ്ഥാനത്തിൽ കൂട്ടുകാരുമായി ചേർന്ന് പച്ചക്കറി തോട്ടം വിപുലീകരിക്കാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. അടുത്തത് നിരീക്ഷിക്കാം കണ്ടെത്താം എന്നുള്ളതാണ്. പച്ചക്കറി തോട്ടം നമുക്ക് മാത്രമാണോ പ്രയോജനപ്പെടുന്നത്? നമ്മൾ മാത്രമാണോ പച്ചക്കറി തോട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മളൊരു പപ്പായ വെച്ചാൽ നമ്മൾ മാത്രമാണോ കഴിക്കുന്നത്? അല്ല, അത് പഴുത്തു കഴിഞ്ഞാൽ ഒരുപാട് കിളികളും ജീവികളൊക്കെ കഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ചിത്രം നോക്കൂ. ഇവിടെ ചിത്രത്തിൽ പറയുന്നത് ഞാൻ കൃഷിത്തോട്ടങ്ങളിലെ കീടങ്ങളെയും തിന്നും എന്ന് പറയുന്നുണ്ട്. അപ്പം മറ്റേതെല്ലാം ജീവികൾ തോട്ടത്തിൽ വരാറുണ്ട്? ഏതൊക്കെയാണ്? അണ്ണാനി, എലി, ഉറുമ്പ്, വവ്വാല്, പക്ഷികൾ, ഇങ്ങനെയുള്ളവരൊക്കെ നമ്മളൊരു കൃഷി ചെയ്തു കഴിഞ്ഞാൽ അവിടെ വരാറുണ്ട് അല്ലേ. അപ്പോൾ ഇവ കൃഷിത്തോട്ടത്തിൽ വരുന്നത് കീടങ്ങളെ തിന്നാൻ മാത്രമാണോ, അഥവാ വിളവ് തിന്നാൻ മാത്രമാണോ ഇവർ വരുന്നത്? അല്ല, വിത്ത് വിതരണത്തിനും വിളവ് തിന്നാനും കീടനിയന്ത്രണത്തിനും ഇവർ വരാറുണ്ട്. ഒരുപാട് കീടങ്ങളെയൊക്കെ ഇവർ അതിൽ നിന്നും എടുത്തു കഴിക്കുന്നതോടുകൂടി നമ്മുടെ പച്ചക്കറി തോട്ടം നല്ല രീതിയിൽ വളരാനും ഇവർ സഹായിക്കും. അപ്പോൾ അവയുടെ ചിത്രീകരണം ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറയുന്നത്. അപ്പം നമ്മൾ നടാതെ തന്നെ മുളക്, പപ്പായ തുടങ്ങിയ സസ്യങ്ങൾ വളർന്നു വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ. ഇതെങ്ങനെയാണ്? ഇവർ കഴിക്കുക, എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഇടുമ്പോൾ അവിടെ നിന്നും മുളച്ചു വരുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ കീടനിയന്ത്രണത്തിലും വിത്ത് വിതരണത്തിലും ജീവികൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവികൾ വെറും അത് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നതല്ല, ഒരുപാട് ഗുണങ്ങൾ വേറെയും ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ വിലയിരുത്താം എന്ന പ്രവർത്തനമാണ്. ഒന്നാമത്തേത്, അനുയോജ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഭാഗങ്ങളായി ഉൾപ്പെടുത്തി ഒരു മനുഷ്യരൂപം വരക്കുക. ഉപയോഗിച്ച ഭക്ഷ്യവസ്തുക്കളുടെ ഗുണങ്ങൾ എഴുതാനും പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ അതേപോലെ ഒന്ന് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ ഏതൊക്കെയാണോ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് എഴുതി ചേർക്കും കൂടെ ചെയ്യാം. രണ്ടാമത്തേത്, മിത്ര തയ്യാറാക്കിയ ബർഗർ നോക്കൂ. ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഏതൊക്കെയാണ്? ബണ്ണ്, തക്കാളി, ക്യാബേജ്, ക്യാപ്സിക്കം, ചിക്കന്, സോസ്, മയോണൈസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ബർഗറിൽ കാണുന്നത്. ഈ വിഭവം ആരോഗ്യകരമാണോ? എന്തുകൊണ്ട്? ആരോഗ്യകരമാണോ? അല്ല. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? ബർഗർ ആരോഗ്യകരമല്ല, അമിതവണ്ണത്തിനും രക്തത്തിൽ കൊഴുപ്പ് കൂടാനും കാരണമാകുന്നു എന്ന് എവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, ചേരുന്നവ വരച്ചു യോജിപ്പിക്കുക. കിഴങ്ങ്, ധാന്യം, മുട്ട, ചെറുധാന്യം, എണ്ണ, ഇത് ഏതൊക്കെയാണ് ഇപ്പുറത്തെ സൈഡിലുള്ളതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യോജിപ്പിച്ചു കൊടുക്കാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കിഴങ്ങ് ഇവിടെ ഏതാണുള്ളത്? ചേമ്പാണല്ലേ. അപ്പോൾ ചേമ്പിലേക്ക് നമ്മൾ യോജിപ്പിച്ചു കൊടുക്കുക. ധാന്യം ഏതാണുള്ളത്? ബാർലി എന്ന ധാന്യമാണുള്ളത്. മുട്ടയുമായിട്ട് ഏതാണ്? മാംസം. ചെറുധാന്യം ഏതാണ്? ചാമയിലേക്ക് വരച്ചു കൊടുക്കുക. എണ്ണ, കൊഴുപ്പ്, ഇങ്ങനെയാണ് നിങ്ങളിത് വരയ്ക്കേണ്ടത്. ഇനി ചിത്രത്തിലെ ഭക്ഷ്യവസ്തുക്കളെ കണ്ടല്ലോ. താഴെ ചിത്രത്തിൽ ഒരുപാട് ഭക്ഷ്യവസ്തുക്കളുണ്ട്. നാം വേവിച്ച് കഴിക്കുന്നവർക്ക് ചുവപ്പ് നിറവും വേവിക്കാത്ത കഴിക്കുന്നവർക്ക് പച്ച നിറവും വേവിച്ചോ വേവിക്കാതെയോ കഴിക്കാവുന്നവർക്ക് മഞ്ഞ നിറവും നൽകണം. ചിത്രത്തിന് താഴെയുള്ള ചെറിയ ബോക്സിലാണ് നിറം നൽകേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ചിത്രം എന്നുള്ളത്. ഇതൊക്കെയാണ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ചുവപ്പ് കൊടുക്കാം അല്ലേ. ചുവപ്പിലുള്ളത് ഏതൊക്കെയാണ് വരിക? ഒന്ന് ഈ ഒരു ഇത് അല്ലേ,
വേവിച്ച് കഴിക്കുന്നതാണ്. അതുപോലെ തന്നെ അരി നമുക്ക് വേവിച്ചാണ് കഴിക്കാൻ വേണ്ടി പറ്റുക. പിന്നെ ഏതെങ്കിലും ഉണ്ടോ? പിന്നെ നമുക്ക് ചിക്കൻ, ഇത് മൂന്നുമാണ് നമ്മൾ വേവിച്ച് കഴിക്കേണ്ടത്. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? പച്ച നിറം കൊടുക്കാം അല്ലേ? പച്ച നിറത്തിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. പച്ചയിലുള്ളത് ഏതൊക്കെയാണ് പച്ചയിൽ വരുന്നത്? ഒന്ന് മുന്തിരി നമുക്ക് വേവിക്കാതെ കഴിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മാങ്ങ നമുക്ക് വേവിക്കാതെ കഴിക്കാൻ വേണ്ടി പറ്റും. പേരക്ക നമുക്ക് വേവിക്കാതെ കഴിക്കാൻ വേണ്ടി പറ്റും. ഇനി വേവിച്ച് കഴിക്കുന്നതും അതുപോലെ തന്നെ വേവിക്കാതെ കഴിക്കാൻ വേണ്ടി പറ്റുന്നത് ഒന്ന് നമ്മുടെ എന്താണ്? കിഴങ്ങ് അല്ലേ? അതുപോലെ തന്നെ ഉള്ളി കഴിക്കാൻ വേണ്ടി പറ്റും. കൂടാതെ നമുക്ക് പപ്പായ കഴിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ചോളം കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഇത് കളർ കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇതിലെ തുടർ പ്രവർത്തനങ്ങളാണ്. ഇതൊക്കെ കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത പാഠഭാഗം 6ാമത്തെ പാഠഭാഗമാണ് സുരക്ഷിത ജീവിതം എന്നുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.